قال رسول الله صلى الله عليه وسلم ثلاث ليس لأحد من الناس فيهن رخصة. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൂന്ന് കാര്യങ്ങൾ, ആ വിഷയങ്ങളിൽ ഒരാൾക്കും ഒരു വിധത്തിലുള്ള ഒഴികഴിവുകളും ഇല്ല. ചില കാര്യങ്ങളിലൊക്കെ റുഖ്സ നൽകപ്പെട്ടിട്ടുണ്ട്, എക്സ്ക്യൂസ് ഉണ്ടാവും. എന്നാൽ ഈ മൂന്ന് കാര്യങ്ങളിൽ ഒരാളോടും ഒരു വിധത്തിലുള്ള വിട്ടുവീഴ്ചയും ഇല്ല. ഒന്ന്, ബിർറുൽ വാലിദൈൻ മുസ്ലിമൻ കാന ഔ കാന കാഫിറ. മാതാപിതാക്കളോട് ഗുണം ചെയ്യുന്ന വിഷയത്തിൽ അത് മുസ്ലിം ആവട്ടെ ഒരു കാഫിറാവട്ടെ, നമ്മുടെ മാതാപിതാക്കളാണോ അവരോട് ഗുണം ചെയ്തിരിക്കണം, അവർക്ക് വേണ്ട എല്ലാം ചെയ്തു കൊടുക്കണം. അത് മുസ്ലിം ആയാലും കാഫിറായാലും അത് അവരോടുള്ള ബാധ്യതയാണ്. അത് നിർവഹിച്ചേ മതിയാവുകയും. അതിന് ഉമ്മയും വാപ്പയും ഇങ്ങോട്ട് നമ്മെ തിരിഞ്ഞു നോക്കിയില്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോകണം. അതാണ് നമ്മളെ ബാധ്യത. വാപ്പയും ഉമ്മയും മക്കൾക്കിടയിൽ ഒരു വിധത്തിലും വിഭജനം ഉണ്ടാക്കാൻ പാടില്ല, വേർതിരിവ് കാണിക്കാൻ പാടില്ല. മകന് ചിലപ്പോൾ ചെറിയ മോന് കൂടുതൽ കൊടുത്തു, അല്ലെങ്കിൽ വലിയ മകന് ഇന്നാലിനടുത്ത് സ്ഥലം വീതിച്ചു കൊടുത്തപ്പോൾ അങ്ങനെ കൊടുത്തു. എൻ്റെ പേരിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ ചെയ്യാൻ പാടില്ല. സ്നേഹം എല്ലാവരോടും തുല്യമായിരിക്കണം, പക്ഷെ മനസ്സിലുള്ളതാണ്. അത് ചിലപ്പോൾ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയണമെന്നില്ല. എന്നാൽ പോലും എല്ലാ ഇടങ്ങളിലും തുല്യത അത് വരുത്തൽ മാതാപിതാക്കൾക്ക് നിർബന്ധമാണ്. അവർ ചെയ്യേണ്ട ഒരു ബാധ്യതയാണ് അവരുടെ. പക്ഷെ അവർ ചെയ്തില്ല എന്നതുകൊണ്ട് അവനല്ലേ എല്ലാം കൊടുത്തത്, ഞാൻ പാപ്പാനെ നോക്കില്ല, ഞാനും ഉമ്മാനെ നോക്കില്ല, അവിടെ നോട്ടെ എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് നിർബന്ധമാണ്. നമ്മൾ പാപ്പയെയും ഉമ്മയെയും പരിചരിക്കുകയും അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുകയും വേണം. മുസ്ലിം എൻകാനോ കാഫിറ, അത് കാഫിറാണെങ്കിലും ശരി. നമ്മൾ മുസ്ലിമാണ്, പാപ്പയും ഉമ്മയൊന്നും ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല. ഞാൻ മുസ്ലിമാനല്ല, അവരെങ്ങനെയായി പറ്റൂല. അവർക്കെല്ലാം ചെയ്തു കൊടുക്കണം, അവരുടെ എല്ലാ കാര്യങ്ങളും അറിയണം, എല്ലാം വെട്ടിക്കൊടുക്കണം. അത് നമ്മുടെ ഹക്കാണ്. മഹദിയായ ബീവി അസ്മാ റളിയല്ലാഹു അൻഹ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്നിട്ട് ചോദിക്കാൻ, ഖദിമത്ത് അലയ്യ ഉമ്മി വഹിയ മുശ്രിക്ക. നബിയെ, എൻ്റെ ഉമ്മ മുശ്രിക്കത്താണ്, ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല, ഞാൻ എന്താ ചെയ്യേണ്ടത്? എപ്പോഴും ഉമ്മ ഇങ്ങോട്ട് വരുന്നുണ്ട്, ഞാൻ ഇനി ബന്ധം അത് സ്ഥാപിക്കണോ അല്ല ബന്ധം വിച്ഛേദിക്കണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നഅം സിലി ഉമ്മക്കി, നിന്റെ ഉമ്മയോടുള്ള എല്ലാ ബാധ്യതയും നീ വെട്ടിക്കൊടുക്കണം എന്ന് ത്വഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുസ്ലിം എൻകാനോ കാഫിറ, മുസ്ലിമാണെങ്കിലും കാഫിറാണെങ്കിലും ബിർറുൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുക, അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഒന്ന്, അതിൽ ഒരു വിടുതിയുമില്ല, ഒരു വിധത്തിലുള്ള എക്സ്ക്യൂസും ആർക്കും നൽകിയിട്ടില്ല. രണ്ടാമത്, വൽ വഫാഉ ബിൽ അഹ്ദ്, വാഗ്ദത്തം പൂർത്തീകരിക്കുക. ഒരാളോട് ഒരു വാഗ്ദത്തം പറഞ്ഞാൽ അത് മുസ്ലിമാണോ കാഫിറാണോ നോക്കാൻ പാടില്ല. ഒരാളോട് ഒരു വാഗ്ദത്തം നമ്മൾ ചെയ്തോ പൂർത്തീകരിച്ചു കൊടുക്കുക ബന്ധമാണ്. അല്ലെങ്കിൽ പിന്നെ വാഗ്ദത്തം ചെയ്യാൻ നിൽക്കരുത്. അപ്പം എന്തെങ്കിലും, ഞാൻ നാളെ വരും, അല്ലെങ്കിൽ നമുക്കൊന്നിച്ച് പോവാം, ഞാനുണ്ടാവും നിന്റെ കൂടെ, അല്ലെങ്കിൽ ഞാൻ തരാം പൈസ, നീ പേടിക്കണ്ട എന്ന് പറഞ്ഞാൽ കൊടുക്കണം. പിന്നെ അതിൽ നിന്ന് ഒഴികഴിവ് പറയാൻ പറ്റില്ല. നിർബന്ധമായത് കൂട്ടിക്കൊടുക്കണം. ചിലപ്പോഴൊക്കെ നമ്മിൽ നിന്ന് വരുന്ന ഒരു പാട്ടാണ്, ചെറിയ മക്കളോട് ഓഫർ ചെയ്യും, അല്ലേ, നീ 10ാം ക്ലാസ്സിൽ A+ കിട്ടിയാൽ നിനക്ക് അത് തരും, അല്ലെങ്കിൽ നീ ഉഷാറായാൽ ഞാനത് തരും, നീ പള്ളിയിൽ പോയാൽ അത് തരും. പിന്നെ വാപ്പായോട് ചോദിക്കും, അത് ഞാൻ നീ പോകാൻ വേണ്ടി പറഞ്ഞതല്ലേ, പറ്റൂല. വഫാഉ ബിൽ അഹ്ദ് വേണം, വാഗ്ദത്ത പൂർത്തീകരണം നടത്തണം. അല്ലെങ്കിൽ പിന്നെ ഓഫർ ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ പിന്നെ ഓഫർ ചെയ്യാൻ പാടില്ല. അപ്പൊ എന്ത് നമ്മൾ വാഗ്ദത്തം ചെയ്തോ അത് കൊടുക്കുന്നത് നിർബന്ധമാണ്. മൂന്നാമത് നിബിധങ്ങൾ പറഞ്ഞു, വഅദാഉൽ അമാന, വിശ്വസിച്ചൊരു കാര്യം ഒരാളെ ഏൽപ്പിച്ചാൽ അത് തിരിച്ചു കൊടുക്കൽ നിർബന്ധമാണ്. വിശ്വസിച്ച ഒരാൾ ഒരു കാര്യം പറഞ്ഞേൽപ്പിച്ചാൽ അതിന്റെ വിശ്വാസ്യത അത് കാത്തു സൂക്ഷിക്കൽ നമ്മുടെ പേരിൽ നിർബന്ധമാണ്. അതുകൊണ്ടാണ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക ഫതഹ് നടന്ന സാഹചര്യത്തിൽ അന്ന് കഅബയുടെ താക്കോലുണ്ടായിരുന്നത് ഉസ്മാൻ എന്ന് പറയുന്ന ഒരാളുടെ കയ്യിലാണ്. അയാൾ ഇസ്ലാമിലേക്കൊന്നും വന്നിട്ടില്ല, മുസ്ലിമായിട്ടില്ല. റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവരാൻ പറഞ്ഞു. അവസാനം ഗത്യന്തരമില്ലാതെ, ആദ്യമൊന്നും കൊടുക്കാൻ അദ്ദേഹം മനസ്സ് കാണിച്ചില്ല, ഇനി കൊടുക്കല്ല, നിവൃത്തിയില്ല എന്ന് മനസ്സിലായി. ചാവി റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിലേക്ക് കൊടുത്തേൽപ്പിച്ചു. മക്ക ഫതഹായി, മക്ക വിജയപ്രദമായി. ഈ നിമിതങ്ങൾ കഅബയൊക്കെ തുറന്നിട്ട് സന്തോഷത്തോടെ തിരിച്ചു വരികയാണ്.
അതിൻ്റെ താഴിട്ട് പൂട്ടി ആ ചാവിയുമായി ഇങ്ങനെ തിരിച്ചു വരുമ്പോൾ അബ്ബാസ് റളിയല്ലാഹു അൻഹു തങ്ങൾ ചോദിക്കുന്നുണ്ട്, നബിയെ, ഞങ്ങൾക്കാണല്ലോ വെള്ളമൊക്കെ കൊടുക്കാൻ അവകാശമുള്ളത് ഹജ്ജിന് വരുന്നവർക്ക്, അപ്പം ഞങ്ങൾക്ക് തന്നെ ആ ചാവി കിട്ടിയാൽ സന്തോഷമായിരുന്നു. അലി റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, ഉന്നതന്മാരായ സഹാബികളൊക്കെ ചോദിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇവിടെ ഉസ്മാൻ, നമ്മൾ ചാവി അദ്ദേഹത്തിൽ നിന്നല്ലേ വാങ്ങിയത്, അദ്ദേഹം ഇസ്ലാമിലേക്കൊന്നും വന്നിട്ടില്ല, കൊടുക്കുകയാണ് അദ്ദേഹത്തിന്റെ കയ്യിൽ. ആലോചിച്ച് നോക്ക്, അമാനത്ത് അത് അങ്ങനെ തന്നെയാണ്. അത് ഒരാളിൽ നമ്മൾ വിശ്വസിച്ച് വാങ്ങിയതാണെങ്കിൽ അവിടെ തന്നെ കൊടുക്കണം, അവിടെ തന്നെ നമ്മൾ തിരിച്ചേൽപ്പിക്കണം. അത് നിർബന്ധമായ ബാധ്യതയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഈ 3 കാര്യങ്ങളിൽ ഒരാൾക്കും വിട്ടുവീഴ്ചയില്ല. അത് വളരെയധികം ശ്രദ്ധിക്കണം. അതൊക്കെ ശ്രദ്ധിച്ച് ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹുവേ, ഞങ്ങൾ പറഞ്ഞു കേട്ടതിൻ്റെ മിസ്ൽ സവാബ് ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ബന്ധുമിത്രാദികൾ, ദുആ കൊണ്ട് കടപ്പെട്ട പലരുമുണ്ട്. അവരുടെ ഖബറിലേക്ക് എത്തിക്കണേ അല്ലാഹ്. ഖബർ വിശാലമാക്കണേ റഹ്മാനെ. മഗ്ഫിറത്ത് മർഹമത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവിൽ ജീവിച്ചിരിക്കുന്നവർക്കും ഞങ്ങൾക്കും ദീർഘായുസ്സ് ആഫിയത്തോടെ നൽകണേ അല്ലാഹ്. നമ്മളൊക്കെ മരിക്കുന്ന അവസരത്തിൽ കാമിലായ ഈമാനോടെ ആഖിബത്ത് നന്നായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കാനുള്ള വലിയ തൗഫീഖ് നൽകണേ അല്ലാഹ്. പടച്ചോൻ ഇന്ന് സുബഹ് ജമാഅത്തിനെത്തിയവരെ നീ പരിഗണിക്കണേ റഹ്മാനെ. അവർക്ക് വലിയ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. ഖൈർ നൽകണേ അല്ലാഹ്. വലിയ സന്തോഷം നൽകണേ അല്ലാഹ്. ജീവിതത്തിലെ പ്രാരാബ്ദങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ നീക്കി നല്ല റാഹത്തുള്ള ജീവിതം നൽകണേ റഹ്മാനെ. കടങ്ങളുണ്ട് വിട്ടാൻ സ്രോതസ് നീ കാണിച്ചു തരണേ അല്ലാഹ്. അല്ലാഹുവേ, രോഗികൾക്ക് ആജിലായ ശിഫാ നൽകണേ റഹ്മാനെ. പല രോഗികളും പ്രയാസപ്പെടുന്നുണ്ട്, ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്, വീടുകളിൽ കഴിയാണ്. അല്ലാഹുവേ, എത്രയും പെട്ടെന്ന് ആജിലായ ശിഫാ നൽകണേ അല്ലാഹ്. താമായ ശിഫാ നൽകണേ അല്ലാഹ്. അച്ചോനെ, ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ഖദറുകളായി വല്ല വിപത്തും നീ വെച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഈ ദുആ സ്വീകരിച്ച് തട്ടിക്കളയണേ അല്ലാഹ്. ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് അനുകൂലമാക്കണേ റഹ്മാനെ. ഒരുപാട് സുഹൃതങ്ങളിൽ ഭാഗവാക്കാവാനും തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കാനുമുള്ള ഈമാനിക കരുത്ത് നൽകണേ അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം തുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു തആല سيدنا محمد سلام على المرسلين والحمد لله رب العالمين. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد عليه وسلم. اللهم صل على محمد صل عليه وسلم. السلام عليكم ورحمة الله.